അങ്ങനെ നമ്മൾ പൊഴി മുറിയുന്ന ഭാഗത്തു നിന്നും തീരദേശ റോഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പുഴിക്കര നിന്നും കൊല്ലത്തേക്ക് പോകുന്ന തീരദേശ റോഡാണിത്. ഇത് 1 വർഷത്തോളമായി പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കിടക്കുകയായിരുന്നു. ഏകദേശം ഒരാഴ്ചയായതേ ഉള്ളൂ ടാറിങ്ങൊക്കെ ചെയ്ത് ഗതാഗതയോഗ്യമായി തീർന്നിട്ട്. നമ്മൾ മാലാക്കായലിൻ്റെ സുന്ദര ദൃശ്യങ്ങളിലേക്കാണ് ആ പാലത്തിനരികിലേക്ക് എത്തുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടേ ഉള്ള പഴയ ഇടുങ്ങിയ പാലമായതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് വരുന്ന വണ്ടിക്ക് നിർത്തിക്കൊടുത്ത് അത് പോയതിന് ശേഷം മാത്രമേ വലിയ വണ്ടികൾ വീണ്ടും അപ്പുറത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. നോക്കൂ, നമ്മുടെ തോട്ടിലെയും ആറിലെയും പുഴകളിലെയും ഇത്തിക്കര ആറിലെയും എല്ലാം 1% ജലം, ഒരു ഭാഗത്തുള്ള ജലം എല്ലാം ഈ മാലാക്കായൽ വഴി കടലിലേക്ക് എത്തിച്ചേരുന്നൊരു ഭാഗം കൂടിയാണ്. നമ്മൾ നേരത്തെ കണ്ട പൊഴി മുറിയുന്ന കടലും കായലും കൂടി സംഗമിക്കുന്ന സ്ഥലത്തിനോട് ചേർന്നുള്ള പാലമാണിത്. ഇവിടെ നോക്കുമ്പോൾ ആ സ്ഥലം ഭംഗിയായി കാണാം. നോക്കൂ, ഈ കായലിലെ ജലം കടലിലേക്ക് എത്തിപ്പെടുന്നു. നമ്മൾ നേരത്തെ നിന്ന് ആ മീൻ ചൂണ്ടയിടുന്ന ഭാഗമൊക്കെ കണ്ട സ്ഥലമാണിത്. ഈ ജലങ്ങളെല്ലാം ഒഴുകി കടലിലേക്ക് ലയിക്കുകയാണ്. ആറ്റുമീനായാലും തോട്ടുമീനായാലും പുഴമീനായാലും കടൽ മീനായാലും എല്ലാം സുലഭമായി ലഭിക്കുന്ന ഒരേ ഒരു ജില്ല കേരളത്തിലെ നല്ല ലോകത്തിലെ തന്നെ നമ്മുടെ കൊല്ലം ജില്ലയായിരിക്കും. നോക്കൂ, കായലിലെ ജലം കടലിലേക്ക് ചെന്ന് പതിക്കുന്ന, കടലിലേക്ക് ലയിക്കുന്ന മനോഹര ദൃശ്യം ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് ഇതെല്ലാം നല്ല മനോഹരങ്ങളായ കാഴ്ചകൾ തന്നെയാണ്. കായലിന് നടുവിലൂടെയുള്ള പാലത്തിലൂടെ ട്രെയിൻ പോകുന്ന മനോഹരമായ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര കുത്തൊഴുകിയാണ് ജലം വരുന്നതെന്ന് നോക്കൂ. ആറ്റിലെയും തോട്ടിലെയും എല്ലാം ജലം മാലാക്കായൽ വഴി കടലിലേക്ക് പതിക്കുന്ന സംഗമ സ്ഥലമാണ് പരവൂർ പൊഴി. ആ പൊഴി മുറിയുന്ന